ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നമ്മളിന്ന് അടിപൊളി ഒരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇവിടെ മിഞ്ഞാന്നത്തെ ചെറിയൊരു നോമ്പറക്കലിൻ്റെ വിശേഷമാണ് കേട്ടോ. ഇത് മോളെ ഫ്രണ്ട്സൊക്കെ പാടെ നോമ്പറക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മരുമോനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓലൊക്കെ പാടെ നോമ്പറപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോമ്പറക്കാരായപ്പെട്ടോ. പിന്നെ ബീഫ് കൊണ്ട് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരിയും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഫ്രൂട്ട്സും പൊരിച്ച കടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിരുന്നിട്ടുണ്ട്. ഇതാ മോളെ ഫ്രണ്ട്സോളാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പറന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓലൊക്കെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും ചെയ്തു കേട്ടോ. അത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ. നോമ്പറക്കുന്ന വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് പിന്നെ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കും ചോദിച്ചാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 8 ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു മുട്ട വെച്ചിട്ട് 6 ബ്രെഡായിട്ടോ 5 ബ്രെഡായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്പൂണിനാണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവൊക്കെ എങ്ങനെയാണെന്ന് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചധികം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അതാ ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ചെറിയ ചൂടുള്ളതാണ് കേട്ടോ. ഇത് തിളപ്പിച്ചിട്ട് ഒന്ന് ആറാൻ വെച്ചതാണ്. ഇത് പാക്കറ്റ് പാലൊന്നുമല്ല കേട്ടോ. നമ്മൾ നല്ല പശുവിൻ്റെ പാലാണ്, നാടൻ പാലാണ് കേട്ടോ. അപ്പോൾ പാക്കറ്റ് പാലോ ഏത് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങളിവിടെ പാൽ വാങ്ങുന്നതുകൊണ്ട് ഇത് എടുത്തു എന്നുള്ളൂ കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഈ ബ്രെഡ് ഒരു 8 ബ്രെഡ് ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 8 ബ്രെഡ് ഞാൻ ഇതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുതിർത്തി എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ 5 ബ്രെഡ് വെച്ചിട്ടും 4 ബ്രെഡ് വെച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ മുട്ടൻ്റെ എണ്ണം കുറച്ചാൽ മതി കേട്ടോ. ഒരുപാട് മുട്ട ആവും വേണ്ട. പിന്നെ പാലും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് അത്യാവശ്യത്തിനുള്ള കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 8 ബ്രെഡ് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഇത് കുതിർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് കുറച്ചും കൂടെ പാലിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ നല്ല ലൂസിലുള്ള ബാറ്ററൊന്നും വേണ്ട, ഇതേമാതിരി മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒലിച്ച് പോവാൻ പിന്നെ നമ്മൾ മറിച്ചിടുകയൊക്കെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. പിന്നെ നമ്മൾ ഈ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളകും ക്യാബേജും ക്യാരറ്റും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കോഴിമുട്ട വെച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇതിക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളകൊന്നും എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ നിങ്ങൾക്ക് എരിവ് നല്ല വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലിടുക, കുരുമുളക് പൊടിയൊക്കെ കൂടുതലിട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല കറക്റ്റ് അളവായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യത്തിനുള്ള എരിവും എല്ലാതും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുരുമുളക് പൊടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മയോണൈസ് അടിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ? മഴേൻ്റെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നിങ്ങളവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതാ മയോണൈസ് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫുള്ള് ഫില്ലിങ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ അടിയിലൊരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ പാന് വെച്ച് കൊടുക്കേണ്ടത്. അടിയിൽ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഈ പാന് വെച്ചിട്ട് അതിലൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നെയ്യിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ക്യാരറ്റും ക്യാപ്സിക്കനും അതിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പാനൊക്കെ അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മൾ ഈ ബ്രെഡിൻ്റെ
ബാറ്റർ ഉണ്ടല്ലോ അതായിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ അടിയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. കുറച്ച് മുകളിൽ വെക്കാൻ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അടിയിൽ കുറച്ച് അത്യാവശ്യത്തിനുള്ള ചെറിയൊരു കട്ടിക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. ചട്ടിയിൽ മൊത്തത്തിൽ പരത്തി കൊടുത്തിട്ട് പിന്നെ നമ്മളിവിടെ വെജിറ്റബിളിൻ്റെ ഫില്ലിങ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നല്ലതുപോലെ നമ്മൾ എടുത്തത് എത്രയാണോ അതിനനുസരിച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക. പക്ഷേ ഓവറായിട്ട് അങ്ങനെ ഇതാക്കണ്ട. ഞാനിപ്പോൾ ഈ വെച്ചത് അത്യാവശ്യത്തിന് നല്ല കട്ടി ഉണ്ടായിരുന്നു. നല്ല നമ്മളെ ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് വയറൊക്കെ ഫുള്ളാവും കേട്ടോ. അങ്ങനത്തെ ഒരു കഷ്ണമായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര കട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 എഗ്ഗ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എഗ്ഗിലാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക, ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉമ്മ ചിക്കനൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ വെക്കാതെ എഗ്ഗ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കനും ക്യാരറ്റും ഒക്കെ ഒരു ഡെക്കറേഷത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ ഈ എഗ്ഗ് വെച്ച മാതിരി ചിക്കൻ്റെ ചെറിയ പീസുകൾ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. പിന്നെ നമ്മൾ ആ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ സമൂസയിലൊക്കെ ചേർക്കണ മാതിരി കട്ട്ലേറ്റൊക്കെ ചേർക്കണ മാതിരി ഇട്ട് കൊടുക്കും ചെയ്യട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചിക്കനും ബീഫൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാതൊക്കെ ഇരുത് കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒരു 7 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാന ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാനിൻ്റെ മുകളിൽ ഈ പാന് കമഴ്ത്തിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ കരിഞ്ഞു പോകുമൊന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഇനി ഒരു 2 മിനിറ്റ് നേരം ഒന്നിങ്ങനെ മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ മൂടി വെച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയല്ലേ. ഇതുപോലെ തന്നെ ഇത് കഴിക്കാനും കേട്ടോ. പിന്നെ നോമ്പർക്കാരൊക്കെ ആയപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ എഗ്ഗും ക്യാപ്സിക്കനും ഇങ്ങനെ വെച്ച കാരണം കൊണ്ട് നമ്മളെ കത്തിമ തട്ടിയിട്ട് അങ്ങനെ പൊട്ടിപ്പോയതാണ് കേട്ടോ. അല്ലാതെ ഇതിനൊരു കുഴപ്പമില്ല. അപ്പോൾ അതാ ഇതെടുത്തപ്പോൾ കണ്ടോ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണില്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.